ഒരു ഡൗട്ട് ആദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അടുത്ത് കാണാൻ തുടങ്ങിയ ഒരു പരിപാടിയാണത്. ഇടപ്പള്ളിയിലുള്ള ഏതോ ഒരു പള്ളിയുടെ ഒരു നേർച്ച നടത്തും. ആ പള്ളിമുറ്റത്താണ് തോന്നുന്നു അവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നുണ്ട്. ഈ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നിട്ട് അത് ആൾക്കാർക്ക് കൊടുക്കുക എന്താ അറിയില്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറയുന്നത്. എന്താ മനസ്സിലാവുന്നില്ല. ഇത് ക്രിസ്തീയ മതവിശ്വാസ പ്രകാരമുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരിപ്പോ ഈ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ഇപ്പൊ അമ്പലത്തിലെ പരിപാടികളാണെന്നുണ്ടെങ്കിലും പള്ളികളിലെ പരിപാടികളാണെന്നുണ്ടെങ്കിലും എല്ലാ ഇടങ്ങളിലും ഇപ്പൊ ഈ ട്രാൻസ് ആയ ആളുകളെ കാണുന്നുണ്ട്. കുറെ ക്യാമറാമാൻമാർ ഇങ്ങനെ പിന്നാലെ നടക്കുന്നതും കാണുന്നുണ്ട്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ചോദിക്കുക, മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എനിക്കിത് കാണുമ്പോൾ തന്നെ എവിടുന്നാണ് ഇവരൊക്കെ ഇത് പൊട്ടിമുളച്ച് വരുന്നതെന്ന് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഒന്ന് കാണാം എന്താ ജാസിക്ക് എന്താ പറയാനുണ്ട്. നേർച്ച കഴിഞ്ഞു. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷമായി എനിക്ക്. എന്തായാലും എൻ്റെ ആഗ്രഹം നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, വേങ്ങരയിലൊരു പള്ളിയിൽ ഇതേപോലെ നെയ്ച്ചോറും ചിക്കനും കൊടുക്കുന്ന ഒരു നേർച്ചയുണ്ട്. മുസ്ലിം പള്ളിയിലാണ്. ആ പള്ളിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ മാഷാ അല്ലാ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അത് പിന്നെ ആ ഒരു വിശ്വാസപ്രകാരം പറയുന്ന കാര്യമാണ്. പക്ഷെ ഇത് ക്രിസ്തീയ മതവിശ്വാസ പ്രകാരമുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ് കേട്ടോ. അവിടെ പോയിട്ടാണ് മാഷാ അല്ലാ. നിങ്ങൾ അള്ളാഹുവിനെ, ഏകനായ അള്ളാഹുവിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ മറ്റുള്ള ഒരു ദൈവത്തെയും ഒന്നിനെയും അള്ളാഹുവിനോട് ചേർത്ത് വെക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ജാസിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 4 ആള് കൂടുന്നിടത്ത് സോഷ്യൽ മീഡിയ കവറേജ് കിട്ടുമെങ്കിൽ അപ്പൊ കാണുന്നവനെ അത് വിളിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ജാസി, അല്ലെ? ഇനി ജാസി മുൻപ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. എത്ര മുസ്ലിങ്ങൾ പോകുന്നുണ്ട്? മുസ്ലിങ്ങൾ പോകുന്നത് ഒരു എനിക്കറിയില്ല. മിനിറ്റ്, മുസ്ലിം പള്ളിയിൽ തന്നെ ഹിന്ദുക്കൾ പോകുന്നില്ലേ? അത് പോകുന്നുണ്ടാവും, പക്ഷെ അവർക്കൊന്നും അത് വലിയ നിശ്ചിതമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇസ്ലാം മതത്തിൽ വളരെ കർശനമായിട്ട് പറയുന്നുണ്ട് ഇതുപോലെ കല്ലുകൾ എല്ലാം അങ്ങനെ ആരാധിക്കാൻ അതെ, കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ്. അതായത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അള്ളാഹുവിലേക്ക് മറ്റൊരു ദൈവത്തെ നിങ്ങൾക്ക് ഒന്നിനെയും ചേർത്ത് വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാൾ ആ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ കോപ്രായത്തരങ്ങളാണ്. ഇതര മതസ്ഥരെ കളിയാക്കുന്നതിന് തുല്യമാണെന്നുള്ളതാണ്. അത് ഹിന്ദുവിനെ ആണെങ്കിലും അതേപോലെ ക്രൈസ്തവനെ ആണെന്നുണ്ടെങ്കിലും ഇവർ കളിയാക്കുന്നതിന് തുല്യമാണ്. ഇപ്പൊ സുപ്രീം കോടതി തന്നെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് ആരാധനാലയത്തിൽ പോവുകയാണ് എങ്കിലും ആ ആരാധനാലയത്തിന്റെ നിയമങ്ങൾ പാലിക്കണം എന്നുള്ളതാണ്. ആ വിശ്വാസ പ്രകാരം നമ്മൾ അങ്ങോട്ട് ചെല്ലണം എന്നുള്ളതാണ്. ഇപ്പൊ ഹൈന്ദവനായി ജനിച്ച ഞാൻ ഇപ്പൊ ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ആചാരങ്ങളെ ഒരിക്കലും താഴ്ത്തി കെട്ടാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകരുത് എന്നുള്ളതാണ്. അതിനിപ്പോ മുസ്ലിം പള്ളിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ആ മതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പൊന്നാനി പള്ളിയിലൊക്കെ പോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതേപോലെ ഒരുപാട് പള്ളിയിൽ പോയിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരാളാണ്. ഇവിടെ ജാസിയുടെ കാര്യത്തിൽ അവൻ ഡബിൾ ഡ്യൂഡ് സിൻഡ്രോം എന്നുള്ളതാണ്. അവനിപ്പോ വൈറലാവാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, വീഡിയോ എടുത്ത് വൈറലാകാൻ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ അവൻ പോകും. എന്നിട്ടാണ് ഈ ഉളത്തരം കാണിക്കുന്നത്. കാണിക്കാം. മനസ്സിലൊരു ആഗ്രഹം വെച്ചിട്ട് നമ്മളത് നേർച്ച നേറിയിരുന്ന അത് നടക്കും. അത് വാഹന അപകടങ്ങൾ തടയും. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നമ്മളിവിടെ വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക. ഇപ്പൊ കണ്ടല്ലോ, ഇത്രയും ഈ ഒരു ചൂടത്ത് നമ്മള് ദൈവത്തിന് വേണ്ടി അങ്ങനെ ഒരു നേർച്ച നേരുമ്പോ അതിനൊരു ഫലം ദൈവം തരും നമുക്ക്. ഏത് ദൈവമാണ് തരേണ്ടത് കൂടിയും പറയണം, അല്ലെ? ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഇപ്പൊ ഇവര് നോമ്പ് നോക്കുന്ന വീഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ജനിച്ച ഒരു മനുഷ്യന്, മുസ്ലിമായി ജനിച്ച ഒരു മനുഷ്യന് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പോലും പാടില്ല. അതുപോലെ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ പോലും നമ്മൾ ദൈവതുല്യമായിട്ട് ഒരിക്കലും ആരാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദൈവദൂതനാണ് എന്ന് കൃത്യമായിട്ട്, പ്രവാചകനാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. മറ്റൊരു ദൈവങ്ങളെ ആരാധിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ഉത്സവങ്ങളിലോ അല്ലെങ്കിൽ ഓണത്തിനും പെരുന്നാളിനും വിഷുവിനൊക്കെ പങ്കെടുക്കുന്നത് പോലെയല്ല ഒരു അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ കയറി ചെന്നിട്ട് ആ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെ? ഇപ്പൊ ഒരു ഉത്സവത്തിന് പങ്കെടുക്കുന്നത് പോലെയല്ല ഇത്. ഇവരിപ്പോ ആ ഒരു ആരാധനയിൽ പൂർണ്ണമായിട്ട് ലയിച്ച് ആ ദൈവത്തിന് വേണ്ടിയിട്ട് വിശ്വാസം അർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കുറെ ആളുകൾ വരും കേട്ടോ, അത് അവരുടെ താല്പര്യമില്ല, അവരെന്താ ചെയ്തോട്ടെ എന്നുള്ളത്. പക്ഷെ ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനത് ഒഴിവാക്കി വിടും. എനിക്ക് എന്റെ മതത്തിൽ, എന്റെ ഈമാനിൽ എനിക്ക് അത് എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതെങ്ങനെ ജാസി പോസിബിൾ ആവുന്നത്? കാരണം ജാസി ജനിച്ചത് ഒരാണായിട്ടാണ്, ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു പെണ്ണായിട്ട് മാറുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇത് മതം നിഷിദ്ധമാക്കിയ കാര്യമാണ്. ഞാൻ പറഞ്ഞേ, മതത്തിൽ പറയുന്നത് എന്റെ ഈമാനോട് എന്ത് ഈമാന്, ദജ്ജാലിന് എന്ത് ഈമാന്? ആ ഈമാനോട് കൂടിയിട്ട് മറ്റുള്ള മതങ്ങളിലേക്കും കയറി ചെല്ലും എന്നൊക്കെ പറയുന്നത് എന്താണ് ഞാൻ പറയേണ്ടത്? നമ്മൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ അല്ലേ പോണത്. അത് നശിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ആളുകൾ വരുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യമില്ലാണ്ടേ
ഇവരിപ്പോ ആ പള്ളിപ്പറമ്പിൽ ചെയ്തൊരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ ഞാനൊരു ചെറിയൊരു സംഭവം വായിച്ചു നോക്കിയപ്പോ അവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആരാധനയായിട്ടല്ല ഞാൻ വായിച്ചത്. അതായത് അവിടെ കോഴി നേർച്ച വെക്കുന്നു, ആ നേർച്ച വെക്കുന്ന കോഴി ലേലത്തിന് വിൽക്കുന്നു, ആ ഫണ്ട് ജീവകാരുണ്യ പ്രവർത്തനം ഉപയോഗിക്കുന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇങ്ങനെ ഒരു കറി വെക്കുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടോ, അത് എന്താണെന്നൊന്ന് പറഞ്ഞു തരണം എന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് പേർക്ക് നല്ല ഫലം ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ഒത്തിരി ജനങ്ങൾ വന്ന് ഇവിടെ നേർച്ച ഇടില്ലല്ലോ. ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാ. എത്ര കിലോ ചിക്കൻ? ഞാൻ ഒരു ചിക്കൻ മാത്രം. അല്ല, നമുക്ക് ചിക്കൻ വലുതോ ചെറുതോ അങ്ങനെയൊന്നുമില്ല, ഒരു ചിക്കൻ കറി അങ്ങനെ അങ്ങനെയൊന്നുമില്ല. എത്ര വേണമെങ്കിലും വെക്കാം. ഇവിടെ വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ നേർച്ച കൊടുക്കാം. ഞാൻ ഇപ്പൊ ചെറുതായിട്ട് കുറച്ച് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുന്നു. ഇതൊക്കെ എനിക്ക് ഡൗട്ട് തോന്നിയത്. വീട്ടിൽ നിന്ന് തന്നെ കഴുകി വൃത്തിയാക്കി കൊടുന്നു, അവിടുന്ന് കറി വെച്ചു, സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഒന്ന് വീഡിയോ എടുക്കും, ഞാൻ വൈറലാവും. അത്രേ ഉള്ളൂ. ചർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്ന് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇവരെന്തായാലും ഒരു മതവിശ്വാസിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇവരൊക്കെ ഒരു അവസരവാദിയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അവസരവാദ മതം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മതം ഇവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരുപാട് ട്രാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ തൃശ്ശൂർ പൂരത്തിനാണ് ഇതിൽ ഏറ്റവും എനിക്ക് ഭയങ്കര വിരോധാഭാസമായി തോന്നിയ കാര്യങ്ങൾ അതാ. ഈ ട്രാൻസ് ഒരുപാട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ വിശറിയൊക്കെ വീശിയിട്ട് അത് ഭയങ്കര വൈറലോടും. ഉത്സവം നടക്കുന്ന സ്ഥലത്തും ഇങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ വന്നിട്ട് ഈ കോപ്രായത്തരങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു ജനറേഷൻ ഇതൊക്കെ കണ്ടു പഠിക്കുകയാണ്. ഈ രീതിയിലൊക്കെ നാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ കുറെ എണ്ണം. ഇനി ഈ വീഡിയോ ഇത് കൃത്യമായി മുസ്ലിം മതത്തിനെ എത്രത്തോളം അവഹേളിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ്. ഇക്ക ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മരിച്ചു പോയല്ലേ ഈ ആണുങ്ങൾക്ക് പഠിച്ചവന് സ്വർഗത്തില് ഹൂറിങ്ങിലെ കൊടുക്കാനായിട്ട്, അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് എന്താ കൊടുക്ക? പെണ്ണുങ്ങൾക്ക് എന്താ പോത്ത്? പോത്താ? പിന്നെന്താ? ഓക്കെ, തമാശയായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അവഹേളനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് പറയുന്ന ആരാ നോക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച വിഭാഗത്തിൽപ്പെട്ട ഒരാള്. അതുകൊണ്ടാ. അതെന്താ പഠിച്ചോ ഞങ്ങളോട് അങ്ങനെ ചെയ്തത്? എന്ത് പറ്റി? ഇല്ല, നിങ്ങൾക്ക് അവിടെയും ഹൂറി ഇവിടെയും ഹൂറി. പറയുന്നില്ല. ആ നാട്ടിലൊന്നും ആണുങ്ങളില്ല തോന്നുന്നു അല്ലെ? കുറെ കാലമായി തുടങ്ങിയിട്ട് ഇമാതിരി ഊളത്തരൊക്കെ. കുറ്റിപ്പുറത്ത് തന്നെയാ താമസം തോന്നുന്നു കേട്ടോ. അടിപൊളി അടിപൊളി. ഞാൻ പറഞ്ഞ വാക്ക് കേട്ടില്ല നിങ്ങൾ? അവഹേളനം എന്നല്ലാതെ ഇതിനൊന്നും പറയാൻ കഴിയില്ല. ഇത് കാണുന്ന ആളുകൾ കൃത്യമായി മറുപടി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അവിടെയും പോത്ത് ഇവിടെയും പോത്താ, നടക്കൂല ഈ കാര്യം, സമ്മതിക്കൂല ഞാൻ. ഇങ്ങോട്ട് പോരാ, ഞങ്ങൾ ഉള്ളി ഇരുന്ന് പല്ല വെച്ചേക്കാം. നിങ്ങൾ ഈ മതലിന്റെ അടിക്കാൻ നിറച്ച് പാമ്പാണ് ഇപ്പൊ പുറത്ത്, ഫുള്ള് പാമ്പ് പുറത്ത് അടിക്കാണ്. പാമ്പ് അത് പാമ്പാവൂല, വേറെ വല്ല സാധനവും കണ്ട് പേടിച്ചിട്ടുണ്ട്. സ്വന്തം കണ്ട് ചിലപ്പോ പേടിച്ചാവും എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം അല്ലെ? ഇങ്ങനെ നാണം കെടുത്താൻ മാത്രം എന്റെ പൊന്നു ജാസി മോനെ, നിന്നോട് എന്ത് തെറ്റാണ് ഈ ഇസ്ലാമിൽ പറഞ്ഞ ആളുകൾ ചെയ്തത്? അവരെ ഇത്രമാത്രം അവഹേളിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഊട്ടി ഉറപ്പിച്ചു തരാം. കുറച്ച് പഴയ ഇന്റർവ്യൂ. ഇത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ളൊരു ഇത് പറഞ്ഞത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഞാൻ അവിടെ കുറ്റം പറയല്ല. ഇങ്ങനെ ആൺവേഷം കെട്ടി നടക്കുന്ന പെണ്ണിനെയും അല്ലെങ്കിൽ പെൺവേഷം കെട്ടി നടക്കുന്ന ആണിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം അവർക്ക് നമ്മളോടൊരു അവഗണന. തീർച്ചയായിട്ടും. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലെ പല ഭാഗങ്ങളിൽ പഠിച്ചോണ്ട് സിംഹാസനം പോലും മറകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും അത്തരത്തിലുള്ള ആൾക്കാരോട് പോലും ഒരു തരത്തിലും ഒരു പേഴ്സണൽ ഒരു ദേഷ്യമോ കാരണമോ വെക്കാത്ത ആൾക്കാർ, ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ എന്തിനാണ് ഇത്രത്തോളം ഒരു വിഷമം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട വർഗ്ഗങ്ങളാണെന്ന് എനിക്കറിയില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്? കാരണം നബിക്ക് എല്ലാവരെയും സ്നേഹിക്കാനും ഇതാക്കാനാണ് അറിയുള്ളൂ. പിന്നെ നിനക്ക് ഒന്നിനെ കുറിച്ചൊരു ധാരണ ഇല്ലെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ചു കൊടുക്കും. ഇവൻ ഇത് കാണുമെന്ന് അറിയില്ല. എന്നാലും നബിയുടെ പത്നി ഉമ്മു സൽമയുടെ വീട്ടിൽ ഹിദ് എന്ന് പേരുള്ള ഒരു മുഗന്നസ് വരുമായിരുന്നു, അതായത് ഹിജട വരുമായിരുന്നു. അയാൾക്ക് സ്ത്രീകളോട് ലൈംഗിക താല്പര്യം ഇല്ലാത്തതിനാൽ അന്ന് കരുതിയിരുന്നതാണ് കേട്ടോ, അന്തപുരങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ ഇയാൾ സ്ത്രീകളുടെ ശാരീരിക വർണ്ണനകൾ പുരുഷന്മാരോട് നടത്തുന്നത് നബി കേൾക്കാനിടയായി. സ്ത്രീകളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇയാൾക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയ നബി അയാളെ വീട്ടിൽ പ്രവേശിപ്പിക്കുന്നത് വിലക്കി. ഇനി മുതൽ ഇത്തരക്കാരെ നിങ്ങളുടെ അടുത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് നബി നിർദ്ദേശിച്ചു. ബുഖാരി 3324, മുസ്ലിം 2180. ഇതാണ് സംഭവം. ഇതേ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. മതത്തിനെ പരമാവധി നാണം കെടുത്തുക എന്നുള്ളത്. മറ്റത് പരദൂഷണം പറയലായിരുന്നെങ്കിൽ, സ്ത്രീകളെ കുറിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ചെറിയ മാറ്റാണ്.
ചെറുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മതത്തെ തന്നെ അവഹേളിക്കുന്ന വലിയൊരു തെറ്റാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിശാച് പറയുന്നത്, ഞാൻ അവരോട് കൽപ്പിക്കുകയും അവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുകയും ചെയ്യും എന്നാണ്. സ്വാഭാവികമായ ലിംഗാവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിനെ ഇതിനോട് ചേർത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മനുഷ്യൻ ഭ്രൂണാവസ്ഥയിൽ രൂപം പ്രാപിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നു. അതായത് പിശാച് പ്രവർത്തിക്കുന്നതാണ് ചില ആളുകളുടെ മനസ്സിനകത്ത്, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആകുന്നത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനി പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, പക്ഷെ അവൻ പറയുന്ന വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾ എന്തിനാണ് ഒരാളെ പേഴ്സണൽ ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഒരു കൈയില്ലാത്ത ആളായാലും ഒരു കണ്ണില്ലാത്ത ഒരു കുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെവിയില്ലാത്ത ആൾക്കാരായിക്കോട്ടെ, എല്ലാവരോടും സഹതാപമാണ്. ഞങ്ങളിപ്പോഴത്തെ ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് വെറുപ്പാണ്. ഞങ്ങൾ എന്തോ കുറ്റം ചെയ്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളൊരു തോന്നല്. അങ്ങനെ വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളെ പലവരും കാണുന്നത്. ഇന്നിപ്പോൾ എത്രക്ക് ലോകം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഞങ്ങളിപ്പോഴത്തെ ആൾക്കാരെ ഇനിയും മനസ്സിലാക്കാൻ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അതിനുള്ള മറുപടി കൊടുക്കാം. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറയാം. നമ്മൾ ഖുറാനിൽ പറയുന്ന കാര്യങ്ങളിൽ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ ശിക്ഷകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് മതവിശ്വാസികൾക്ക് വേണ്ടി പറയാണ് കേട്ടോ. ജാസി ഒരിക്കലും വിശ്വാസിയല്ല എന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹു വിശാല മനസ്സുള്ളവനാണത്രേ എന്ന് പലയിടങ്ങളിലും പറയുന്നുണ്ട്. തെറ്റുകളിൽ നിന്ന് മുക്തി നേടുന്ന ആളുകൾക്ക്, അതിൽ തിരിച്ചറിവുള്ള ആളുകൾക്ക്, ഉത്ബോധമുള്ള ആളുകൾക്ക് തെറ്റ് തിരുത്താനുള്ള അവസരമുണ്ട്. അവരെ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജാസി ഒരുപാട് മുന്നോട്ട് പോയി. ജാസി ചേട്ടായി കുറച്ച് മുന്നോട്ടാണ്. ഇസ്ലാമിക നിയമപ്രകാരം, ശരീഅത്ത് നിയമപ്രകാരം ജന്മന ശാരീരിക വൈകല്യങ്ങളോ ലിംഗപരമായ പ്രത്യേകതകളോ ഉള്ളവരോട് സഹതാപത്തോടെയും നീതിയോടെയുമാണ് പെരുമാറേണ്ടത്. എന്നാൽ പുരുഷനായി ജനിച്ച ഒരാൾ ബോധപൂർവ്വം സ്ത്രീയാകാൻ ശ്രമിക്കുന്നതോ തിരിച്ചോ ചെയ്യുന്നതിനെയാണ് പ്രവാചകൻ ശക്തമായി എതിർത്തതും ശപിച്ചതും. ഇത് സമൂഹത്തിലെ ധാർമ്മികമായ അച്ചടക്കം നിലനിർത്തുന്നതിന്റെ ഭാഗമായിരുന്നു. നബിയുടെ ജീവിതത്തിൽ ഇത്തരം വ്യക്തികളെ വധിക്കാനോ ക്രൂരമായി പീഡിപ്പിക്കാനോ അദ്ദേഹം ഉത്തരവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അവരെ മാറ്റി നിർത്താനോ തിരുത്താനോ ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാറ്റി നിർത്താനോ തിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ജാസിയുടെ അവസ്ഥ വരിക നോക്കുന്നത്, ജാസി ആണായിരുന്നു, ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ വിവാഹം കഴിച്ച് അതിനുശേഷം ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ലൈഫ് രണ്ടാം ഘട്ടിലേക്ക് തള്ളിവിട്ട് അവൻ ഈ രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജന്മന എന്നുള്ള ഒരു കാര്യത്തിൽ മാറ്റമുണ്ട് എന്നുള്ളത്. അവൻ കാലക്രമേണ മാറിയതാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇനി എന്തും ആവട്ടെ, നിങ്ങൾ ഇഷ്ടത്തിൽ ജീവിക്കുക, പക്ഷെ അതിൽ മതത്തിനെ കൂട്ടുവെച്ചിട്ട് നാണം കെടുത്താതിരിക്കുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.